ഹലോ ഗൈസ്, മൈ മെൻറ്റർ PSCയുടെ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് തന്നെ കേൾക്കുമ്പോൾ PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക്കിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അവാർഡ്സ്. ആ അവാർഡ്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പത്മ അവാർഡ്സ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കേന്ദ്ര സർക്കാർ ഈ ജനുവരി 26-ന് പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതെന്തായാലും ഈ വർഷം വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിനുള്ളിൽ PSC എന്തായാലും ചോദിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വഴി അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന രീതിയിൽ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. 1954 ആദ്യമായി പത്മ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. 1954. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നാണ് ഈ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരത് രത്നയാണ് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പത്മ പുരസ്കാരങ്ങൾ. ഈ പത്മ പുരസ്കാരങ്ങൾ തന്നെ 3 ലെവലായിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പത്മവിഭൂഷണും, സെക്കൻഡ് ലെവലിൽ വരുന്നത് പത്മഭൂഷണും, പിന്നെ പത്മശ്രീയും. അപ്പോൾ എല്ലാ റിപ്പബ്ലിക് ഡേക്കും, അതായത് ജനുവരി 26-നുമാണ് ഈ അവാർഡ്സ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഈ വർഷം എത്ര പേർക്ക് കിട്ടി, അതിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര വിദേശികളുണ്ട്? ഈ PSCക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു നമ്പേഴ്സ് തന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് എഴുതണം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. 2026-ൽ 131 പേർക്കാണ് കേട്ടോ പത്മ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 131 പേര്. അതിൽ തന്നെ 2 പേർക്ക് ഡ്യുവൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് 2 പേർക്ക് അവാർഡ് കൊടുക്കുന്നു, അത് ഒരു അവാർഡായിട്ട് കൂട്ടുന്നു. അങ്ങനെ 2 സെറ്റ് ഓഫ് പീപ്പിളിന് ഈ ഡ്യുവൽ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 131 പേർക്ക് ടോട്ടൽ കംപ്ലീറ്റ് അവാർഡ്സ് കിട്ടി. അതിൽ തന്നെ പത്മവിഭൂഷൺ എത്ര പേർക്കാണ് കിട്ടിയത്? 5 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. പത്മഭൂഷൺ എത്ര പേർക്കാണ് പിള്ളേരെ കിട്ടിയിരിക്കുന്നത്? 13 പേർക്ക്. ഈ 131-ലെ 1, 3 എടുത്ത് 13 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചേ. ഇനി ഈ 131-നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട 113 പത്മശ്രീയും ഇപ്രാവശ്യം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. 16 പേർക്കാണ് മരണാനന്തര ബഹുമതി പോസ്റ്റ്മസ്ലി കിട്ടിയിരിക്കുന്നത്. 16 പേർക്ക്, മരിച്ചാലല്ലേ 16 ഉള്ളൂ. അപ്പോൾ 16 പേർക്ക് പോസ്റ്റ്മസ്ലി കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. 19 പേര് സ്ത്രീകളാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, 19 പേര് സ്ത്രീകളാണ്. പിന്നെ 6 പേര് വിദേശികളാണ്. നമുക്ക് PSCക്ക്, നമ്മുടെ കേരള PSCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം, 8 പേര് മലയാളികളാണ്. എത്ര മലയാളികളാണ് ഈ 131 പേരിലുള്ളത്? 8 പേര്. അപ്പോൾ പത്മ അവാർഡ്സിൻ്റെ എത്ര പേർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ആ നമ്പേഴ്സ് നോക്കിയേ. ഇനി നമുക്ക് പത്മവിഭൂഷൺ, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പത്മവിഭൂഷൺ എത്ര പേർക്കാണ്, ആർക്കൊക്കെയാണ് കിട്ടിയതെന്നൊന്ന് നോക്കാം. അപ്പോൾ പത്മവിഭൂഷൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ 3 പേര് അതിൽ മലയാളികളാണ് കുട്ടികളെ. അപ്പോൾ ആ 3 പേര് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം പറഞ്ഞു പോവാം. VS അച്യുതാനന്ദൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. VS അച്യുതാനന്ദൻ പോസ്റ്റ്മസ്ലി, മരണാനന്തരമാണ് കിട്ടിയിരിക്കുന്നത്. KT തോമസ്, രണ്ടാമത് കിട്ടിയ മലയാളിയാണ് KT തോമസ്. മൂന്നാമത് ഈ 5 പേരിൽ ഏതാ മലയാളി? P നാരായണൻ. അപ്പോൾ ഇവർ 3 പേരും കേരളത്തിൽ നിന്നുള്ള പത്മ വിഭൂഷൺ അവാർഡീസ് ആണ് കേട്ടോ. ബാക്കി 2 പേര് ആരൊക്കെയാണ് 5 പേരിൽ? ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവാർഡിയാണ് ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. പിന്നെ ഈ 5 പേരിൽ ഒരൊറ്റ സ്ത്രീയാണുള്ളത്, N രാജം എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരിയായ N രാജം ആണ് അടുത്ത അവാർഡ് കിട്ടിയിരിക്കുന്നത്, 5ാമത്തെ ആള്. ഇനി ശ്രീ VS അച്യുതാനന്ദൻ. നമ്മൾ ഈ 5 പേരെയും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, 2 പേരുടെ പേര് തന്നിട്ട് ഇവർക്ക് എന്ത് അവാർഡാണ് ലഭിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. റീസെൻ്റ്ലി 1 മന്ത് പോലും ആയിട്ടില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ ശ്രീ VS അച്യുതാനന്ദന് റീസെൻ്റ്ലി കിട്ടിയ അവാർഡ് ഏതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയ അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാറിപ്പോരുത്. ഈ പത്മവിഭൂഷണാണോ പത്മഭൂഷണാണോ എന്നൊന്നും മാറിപ്പോരുത്. അപ്പം VS അച്യുതാനന്ദനിലെ V വെച്ച് തന്നെ നിങ്ങൾ പത്മവിഭൂഷണാണ് VS അച്യുതാനന്ദന് കിട്ടിയത് എന്ന് ഓർക്കുക. ഇനി എന്താണ് പിള്ളേരെ VS അച്യുതാനന്ദന്റെ മേഖല? പൊതുകാര്യങ്ങൾ, പബ്ലിക് അഫയേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുകാര്യങ്ങളാണ് VS അച്യുതാനന്ദന്റെ മേഖല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം, VS അച്യുതാനന്ദന്റെ ആത്മകഥ ഏതെന്ന് ചോദിക്കാം. സമരം തന്നെ ജീവിതം. ആളൊരു രാഷ്ട്രീയക്കാരനാണ്. സോ സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. പിന്നെ PSCക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഇഷ്ടമുള്ളതാണ് അന്തരിച്ച ദിവസങ്ങൾ. ഇവരെന്നാ മരിച്ചേ, അവരെന്നാ മരിച്ചേ എന്ന് ഓരോ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് വീണ്ടും VS അച്യുതാനന്ദൻ വന്നതുകൊണ്ട് ജൂലൈ 21, 2025 നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. VS അച്യുതാനന്ദൻ അന്തരിച്ച ദിവസമാണ്. അപ്പോൾ എന്നാണ് VS അച്യുതാനന്ദൻ അന്തരിച്ചത്? ജൂലൈ 21, 2025.
ഇൻ കേസ് PSCക്ക് കുറച്ചും കൂടെ ടഫ് ആക്കണം, നമ്മുടെ ലെവല് മാറിയിട്ടുണ്ട്, പിള്ളേരെല്ലാം അടിപൊളിയാണ്, അപ്പോൾ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരെ തളർത്താൻ പറ്റില്ല എന്ന് തോന്നി VS അച്യുതാനന്ദന്റെ വേറെ കുറച്ച് ബുക്സ് ചോദിച്ചാൽ നമുക്ക് ആ 1 മാർക്ക് കിട്ടണം. അപ്പൊ എന്തൊക്കെയാണ് ആ ബുക്സ്? സമരത്തിന് ഇടവേളകളില്ല. അപ്പൊ സമരം തന്നെ ജീവിത ആത്മകഥയായി. സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, സമരത്തിന് ഇടവേളകളില്ല പിള്ളേരെ. ഇടപെടലുകൾക്ക് അവസാനമല്ലേ. ഈ ഫുൾ ടൈം സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം ഇടപെടണം. ഇടപെടലുകൾക്ക് അവസാനമില്ല. കേരള വികസന സങ്കല്പങ്ങൾ, കേരള വികസനത്തിന്റെ സങ്കല്പങ്ങൾ, ജനപക്ഷം. ഈ 4 ബുക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അതുകൊണ്ടൊന്ന് നോക്കി വെക്കണേ. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, കേരള വികസന സങ്കല്പങ്ങൾ, ജനപക്ഷം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? സമരം തന്നെ ജീവിതം, ആത്മകഥ. കേട്ടോ, VS അച്യുതാനന്ദൻ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? ശ്രീ KT തോമസ്, അടുത്ത മലയാളി. 5 പേരിലെ അടുത്ത മലയാളി. കല്ലുപുരയ്ക്കൽ തോമസ്. മേഖല പൊതുകാര്യങ്ങൾ, നമ്മുടെ ഹൈക്കോർട്ടിലേക്ക് മുൻ ജഡ്ജി ആയിരുന്നു കേട്ടോ. ഇനി ശ്രീ KT തോമസിൽ നിന്ന് എന്ത് ചോദിക്കാം പിള്ളേരെ? സോളമന്റെ തേനീച്ചകൾ ആരെഴുതിയ പുസ്തകമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാം. അപ്പൊ KT തോമസിന്റെ ആത്മകഥ എന്താണ്? സോളമന്റെ തേനീച്ചകൾ. അപ്പോഴും PSC ആലോചിക്കുക, സോളമന്റെ തേനീച്ചകൾ എല്ലാവർക്കും അറിയാം, നമുക്ക് വേറെ കുറച്ച് ബുക്സ് ചോദിക്കാം. അപ്പൊ നമ്മൾ ആ ബുക്സ് ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം. വൈദ്യൻ ചികിത്സിക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നു, കോട്ടയത്തിന്റെ കഥ. ഇപ്പൊ ഈ KTയും ഈ കോട്ടയത്തിന്റെ KTയും വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കോട്ടയത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതിയത് ആര്? KT തോമസ്. അടുത്തത് 3ാമത്തെ മലയാളി ആരാണ്? ശ്രീ P നാരായണൻ. മേഖല ഏതാണെന്ന് ചോദിക്കുക നമ്മളോട്. സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് P നാരായണന്റെ മേഖല. ഇനി P നാരായണനെ പറ്റി എന്തായിരിക്കും കൂടുതൽ ചോദിക്കാൻ പറ്റുന്നത്? ജന്മഭൂമി ദിനപത്രത്തിന്റെ സഹസ്ഥാപകനും ചീഫ് എഡിറ്ററുമായ പത്മവിഭൂഷൺ വിന്നർ ആരാന്ന് ചോദിച്ചാൽ അതും ശ്രീ P നാരായണനാണ്. ഇനി ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. മേഖല കലയാണ്, ആക്ടിംഗ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആക്ടർ ആണ് കേട്ടോ. ഹി മാൻ ഓഫ് ബോളിവുഡ് എന്ന് അറിയപ്പെടുന്നത് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ ആണ്. VS അച്യുതാനന്ദനും പോസ്റ്റുമസ്ലി ആണ് കിട്ടിയത്, ധർമ്മേന്ദ്ര സിംഗ് ദിയോളിനും പോസ്റ്റുമസ്ലി ആണ്. അപ്പൊ 5 പേരിൽ 2 പേർക്ക് പോസ്റ്റുമസ്ലി കിട്ടി, 3 പേര് അതിൽ മലയാളികളാണ്. പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് ധർമ്മേന്ദ്ര സിംഗ് ദിയോളിന്. 2012 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 2026 ആയപ്പോൾ പത്മവിഭൂഷണും കിട്ടി. ഇനി മരിച്ചത്, അന്തരിച്ച ഡേറ്റ് എന്നാണ്? 2025 നവംബർ 24 അന്തരിച്ചു. അന്തരിച്ച ഡേറ്റ് ഒന്ന് നോക്കി വെക്കൂ. 2025 നവംബർ 24 ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അന്തരിച്ചത്. അപ്പൊ അടുത്ത ആരാണ്? 5 പേരിൽ ഏക വനിത മിസ് N രാജം. പത്മവിഭൂഷൺ കിട്ടിയ, ഈ വർഷം കിട്ടിയ 5 പേരിലെ ഏക വനിതയാണ്. മേഖല എന്താണ്? കലയാണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ് ആള്. നമ്മുടെ ആരാ? N രാജം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. ഭൈരവി രാജം എന്നറിയപ്പെടുന്നത് ഈ N രാജമാണ്. ഇനി ഗായകി അംഗെന്ന് പറയുന്ന ഒരു ശൈലി വയലിനിൽ കൊണ്ടുവന്നു, അതിനാണ് പത്മവിഭൂഷൺ കിട്ടിയത്. അതായത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്ലാസിക്കൽ വയലിന് ഹിന്ദുസ്ഥാനി സംഗീതം കൊണ്ടുവന്ന ഒരു മിക്സിനാണ് നമ്മുടെ N രാജത്തിന് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗായകി അംഗം ഒന്ന് ഓർത്തു വെക്കുക, ഭൈരവി രാജം എന്നറിയപ്പെടുന്നത് ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ പത്മവിഭൂഷൺ കിട്ടിയ 5 പേരെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെക്കാം? നമ്മൾ ഈ 5 പേരെയും ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന PSC എക്സാമിന്. അപ്പോൾ ഒരു കണക്ഷനിലൂടെ എങ്ങനെ ഓർത്ത് വെക്കാമെന്നും നോക്കാം. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്കറിയാം പത്മവിഭൂഷൺ, ആ V വെച്ച് തന്നെ നമ്മൾ VS അച്യുതാനന്ദൻ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാൾ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ VS അച്യുതാനന്ദനെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ അച്യുതം കേശവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ നാരായണന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ വേറൊരു പേരാണ് ഈ അച്യുതാനന്ദൻ. അപ്പൊ നമുക്ക് അത് വെച്ച് നാരായണനെയും കിട്ടും. ഓക്കെ, അത് വെച്ച് നമുക്ക് നാരായണനെയും കിട്ടും. അപ്പോൾ നമുക്ക് അച്യുതാനന്ദനായി, P നാരായണനായി. ഇനി ഈ നാരായണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർക്കുന്ന ഒരു കഥയാണ്. ഈ മഹാബലിനെ ചവിട്ടി താഴ്ത്താൻ വാമനനായിട്ട് വന്നത് ഈ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാബലി എന്ന രാജാവിൽ നിന്ന് N രാജത്തിനെ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. N രാജം എവിടെ കിട്ടി? മഹാബലി എന്ന രാജാവിനെ ചവിട്ടി താഴ്ത്താൻ നാരായണൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഈ രാജാവ് വെച്ച് രാജം കിട്ടി. ഇനി രാജാവ് എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ നാരായണൻ ഇവിടെ വരെ വന്നേ? വളരെ ദാനധർമ്മം ചെയ്യുന്ന രാജാവായതുകൊണ്ട് അസൂയ കാരണമാണല്ലോ വന്നത്. അങ്ങനെ ധർമ്മേന്ദ്ര സിംഗ് ദിയോളിനെ നിങ്ങൾക്ക് ഇതിൽ കിട്ടി. ഇനി ഈ KT തോമസിനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കേട്ടണമല്ലോ. അപ്പൊ എവിടെ കേട്ടും നമ്മൾ? ഈ നാരായണൻ ആ ലോകത്ത് നിന്ന് ഈ ലോകം വരെ വന്നില്ലേ?
അത് KTM ബൈക്കിലാണ് വന്നതെന്ന് ഓർത്താൽ മതി. കുറച്ച് ക്രിഞ്ചാണ് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഈ ഒരു കണക്ഷൻ വെച്ച് നിങ്ങളിത് ഓർത്ത് വെക്കണം. KTM ബൈക്കിലാണ് ആര് വന്നത്? നാരായണൻ വന്നത്. അപ്പൊ അച്യുതാനന്ദനിൽ നിന്ന് നമ്മൾ നാരായണനിലേക്ക് എത്തി, നാരായണനിൽ നിന്ന് നമ്മൾ ഓണത്തിലേക്ക് കുറച്ചൊന്ന് മാറി സഞ്ചരിച്ചു. പക്ഷെ അവിടെ നമുക്ക് N രാജത്തിനെയും ധർമ്മേന്ദ്ര സിംഗ് ദിയോളിനെയും കിട്ടി. അതിൽ നിന്ന് നമ്മൾ KTM എത്തണം. KTM നാരായണൻ വരുന്ന പോലെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആ KTM-ൽ വരുന്നത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പത്മവിഭൂഷൺ തീർത്തു. ഇനി പത്മഭൂഷണിലേക്കാണ് കടക്കുന്നത്. പത്മഭൂഷൺ എത്ര പേർക്കാ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്? 13 പേർക്കാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അതിൽ 2 മലയാളികളുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മലയാളികളുണ്ട്. പിന്നെ 2 വിദേശികളുണ്ട്. പോസ്റ്റ്മസ്ലി മരണാനന്തരം ലഭിച്ച 3 പേരും ഉണ്ട്. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ മമ്മൂട്ടിയും ശ്രീ വെള്ളാപ്പള്ളി നടേശനുമാണ് ഈ വർഷം പത്മഭൂഷൺ കിട്ടിയ മലയാളികൾ. ആദ്യം തന്നെ നമുക്ക് ശ്രീ മമ്മൂട്ടിയിലേക്ക് കടക്കാം. അപ്പോൾ മേഖല എല്ലാവർക്കും അറിയാം, കലയാണ്, ആക്ടിംഗ് ആണ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണ് മമ്മൂട്ടി. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക്. 1998 പത്മശ്രീ കിട്ടി. ഇപ്പോൾ 2026 ആയപ്പോൾ പത്മവിഭൂഷൺ കിട്ടി. ഇനി 2022 കേരള പ്രഭാ പുരസ്കാര ജേതാവാണ് കേട്ടോ. നമ്മൾ കേരള പത്മ മോഡൽ അവാർഡ് പോലെ കേരള അവാർഡ്സ് കൊടുക്കുന്നുണ്ട്. കേരള അവാർഡ്സ് എന്നത് അറിയപ്പെടുന്നു. അതിൽ കേരള പ്രഭാ പുരസ്കാരം മമ്മൂട്ടിക്ക് 2022 കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആത്മകഥ എന്താണ് മമ്മൂട്ടിയുടെ? ചമയങ്ങളില്ലാതെ. ചമയങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ്? ശ്രീ മമ്മൂട്ടിയുടെ ആത്മകഥയാണ് കേട്ടോ. ഇനി വേറെ 2 പുസ്തകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ PSC, കാഴ്ചപ്പാട് എന്ന പുസ്തകം എഴുതിയ പത്മഭൂഷൺ വിജയി ആരാണ്? ശ്രീ മമ്മൂട്ടിയാണ്. അല്ലെങ്കിൽ വാഴ്വനുഭവങ്ങൾ 3-ാം പിറൈ എന്ന തമിഴ് പുസ്തകം എഴുതിയ പത്മഭൂഷൺ ജേതാവ് ആരാണ്? മമ്മൂട്ടിയാണ്. അടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. മേഖല അറിയാം, പൊതുകാര്യങ്ങളാണ്. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി ആണ്. ഇനി വെള്ളാപ്പള്ളി നടേശന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണ്? ആത്മകഥയുടെ പേര് എൻ്റെ ഇന്നലകൾ. വെള്ളാപ്പള്ളി നടേശന്റെ ആത്മകഥയുടെ പേരെന്ത്? അല്ലെങ്കിൽ എൻ്റെ ഇന്നലകൾ എന്ന ആത്മകഥ രചിച്ചതാരാണ്? വെള്ളാപ്പള്ളി നടേശൻ. ഇനി വെള്ളാപ്പള്ളി നടേശന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അതിൻ്റെ പേരാണ് ഭാരത് ധർമ്മ ജനസേന, BDJS എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ആരുടേതാണ്? വെള്ളാപ്പള്ളി നടേശന്റെ ആണ്. പത്മഭൂഷൺ കിട്ടിയ 13 പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ 2 പേരെ മാത്രമാണ്, മലയാളികളായ 2 പേരെ മാത്രമാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോയി പഠിച്ചത്. പക്ഷേ ഒരാളുടെ പേര് തന്നിട്ട് ഇവർക്ക് എന്ത് അവാർഡാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയണമല്ലോ. അപ്പോൾ പത്മഭൂഷൺ കിട്ടിയ 13 പേരുടെയും പേര്, ബാക്കി 11 പേരുടെ പേരും ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ശ്രീമതി അൽക്ക യാഗ്നിക്, ആർട്ടാണ്, മഹാരാഷ്ട്രയിൽ നിന്നിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗായകയാണ് നമ്മുടെ അൽക്ക യാഗ്നിക് എന്ന് പറയുന്നത്. ഇനി ഭഗത് സിംഗ് കോശിയാരി, പൊതുകാര്യം, ഉത്തരാഖണ്ഡിൽ നിന്നിട്ടുള്ളതാണ്. കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, വൈദ്യശാസ്ത്രമാണ്. ആള് ഫേമസ് ഗാസ്ട്രോ എൻറ്ററോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫേമസ് ആയിട്ടൊരു ഗാസ്ട്രോ എൻറ്ററോളജിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. അത് KR പളനിസ്വാമിയാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. ഇനി ഉദയ് കോട്ടക്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. നിങ്ങൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ സ്ഥാപകനാണ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണ്. ഇനി ശതാവധാനി R ഗണേഷ്, ആർട്ടാണ്, കർണാടകയിൽ നിന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ശതാവധാനി. അവധാനി എന്ന് പറയുന്ന ഒരു ആർട്ടിനെ പോപ്പുലറൈസ് ചെയ്തതിനാണ് ആൾക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇനി SKM മൈലാനന്ദൻ, സോഷ്യൽ വർക്കാണ്, തമിഴ്നാട്ടിൽ നിന്നിട്ടാണ്. ഈ പേരെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കാരണം ഇപ്പോൾ മൈലാനന്ദൻ, SK മൈലാനന്ദന് എന്ത് അവാർഡാണ് റീസെൻ്റ്ലി കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോരുത്. പത്മശ്രീ ആണോ, പത്മഭൂഷണാണോ, പത്മവിഭൂഷണാണോ എന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. ഇനി പോസ്റ്റ്മസ്ലി കിട്ടിയ 3 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മരണാനന്തരം കിട്ടിയ 3 പേര്. അതിലൊരാളാണ് ശ്രീ പീയൂഷ് പാണ്ഡെ, ആർട്ടിസ്റ്റാണ്, മഹാരാഷ്ട്രയിൽ നിന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മരണാനന്തരം വരുമ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പത്മവിഭൂഷൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്, എങ്കിലും 2025 ഒക്ടോബർ 24 ശ്രീ പീയൂഷ് പാണ്ഡെ മരിച്ചതെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ശ്രീ ഷിബു സോറൻ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. പൊതുകാര്യങ്ങളാണ്. ആളുടെ വേറൊരു പേരാണ് ഓൾസോ നോൺ ആസ് ശ്രീ ഷിബു സോറൻ ഈസ് ഓൾസോ നോൺ ആസ് ദിശോം ഗുരു.
ഇനി ശ്രീ VK മൽഹോത്ര, പബ്ലിക് അഫയേഴ്സ്, മരിച്ചതെന്നാണ്? 30 സെപ്റ്റംബർ 2025. ഈ പോസ്റ്റ്മസ്ലി വരുമ്പോൾ നിങ്ങൾ മരിച്ച ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇവരെ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്, പക്ഷെ ചോദിച്ചാൽ നമുക്ക് 1 മാർക്ക് പോകാൻ പാടില്ല. ഇനി 2 വിദേശികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ ഡോക്ടർ നോറി ദത്താത്രേയുഡു, മെഡിസിൻ ആണ്, USA, 2 പേരും USA ആണ് കേട്ടോ. ഇനി ശ്രീ വിജയ് അമൃതരാജ്, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളാണ്, ബട്ട് USA സിറ്റിസൺ ആണ്. ആൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സ്പോർട്സ്, ഈ വിജയ് അമൃതരാജ് ഏത് സ്പോർട്സിലാണ് ഫേമസ് ആയെന്ന് ചോദിക്കാം, ടെന്നീസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പത്മഭൂഷൺ കംപ്ലീറ്റ് ചെയ്തു. 13 പത്മഭൂഷൺ വിന്നേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളികളെ പഠിച്ചു. പിന്നെ ബാക്കി 11 പേര്, മലയാളികളല്ലാത്ത 11 പേര് ഇപ്പോൾ PSC ചോദിക്കുകയാണ്, അൽക്ക യാഗ്നിക്കിന് റീസെൻ്റ്ലി കിട്ടിയ അവാർഡ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ആ ഉത്തരം അപ്പോൾ എഴുതാൻ വേണ്ടി ആ ബാക്കി 11 പേരുടെ പേരും അവരേത് മേഖലയാണ്, അവരുടെ അല്ലെങ്കിൽ അവരെവിടെ നിന്നാണ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണേ. അടുത്ത പത്മശ്രീയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പത്മശ്രീ 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് കേട്ടോ. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരുണ്ട്, അതായത് മലയാളികൾ 3 പേരാണ്. ഇനി അതിൽ മരണാനന്തരം ലഭിച്ചത് പോസ്റ്റ്മസ്ലി 11 പേർക്ക് കിട്ടിയിട്ടുണ്ട്, വിദേശികൾ 4 പേരും ഉണ്ട്. അപ്പോൾ പത്മശ്രീ ലഭിച്ച മലയാളികളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം, കാരണം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ 3 പേരുടെ പേര് നമ്മളൊന്ന് പറയുകയാണേ. AE മുത്തുനായകം, കൊല്ലയ്ക്കൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമലാ മേനൻ. അപ്പോൾ ഈ 3 പേരും നമ്മൾ പഠിക്കണം. PSC എന്തായാലും മലയാളികളുടെ അടുത്ത് ചോദിക്കും, മലയാളി നമ്മളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് പത്മശ്രീ ലഭിച്ച മലയാളികളുടെ പേര്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മിന്നാരം സിനിമയിലെ ഒരു സീനാണ് കേട്ടോ. മോഹൻലാൽ കുഞ്ഞിൻ്റെ പേരെന്താന്ന് പറയാൻ സമയം മുത്ത് എന്ന് പറയുന്നുണ്ട്. മുത്തു എന്ന് എങ്ങനെയാ കുഞ്ഞിൻ്റെ പേരിടുക, പെങ്കൊച്ചിനാണോ മുത്തു എന്ന് പേരിടുന്നതെന്ന് ആ ഡയലോഗിൽ നിന്ന് നമുക്ക് AE മുത്തുനായകത്തിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആള് പറയുന്നുണ്ട് മുത്തല്ലട മല, മല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിമലാ മേനനെ കിട്ടും. അപ്പോൾ ആ മലയിൽ നിന്ന് വിമലാ മേനനെ കിട്ടും. ഇനി ലാസ്റ്റ് മോഹൻലാൽ നിന്നെ ഞാനിന്ന് കൊല്ലുമെടാന്ന് പറഞ്ഞിട്ട്, അല്ലെ അച്ഛൻ വക്കീലിനെ വിളിച്ചോ, ഞാനിപ്പോൾ ഇവനെ കൊല്ലാൻ പോവാണ് എന്ന് പറയുന്ന ആ കൊല്ലിൽ നിന്ന് കൊല്ലയ്ക്കൽ ദേവകിയമ്മ നമുക്ക് കിട്ടും. അപ്പൊ മുത്തിൽ നിന്ന് മുത്തുനായകൻ കിട്ടി, മലയിൽ നിന്ന് വിമലാ മേനോൻ കിട്ടി, കൊല്ലുമെട എന്ന് പറയുന്നതിൽ നിന്ന് കൊല്ലയ്ക്കൽ ദേവകിയമ്മ കിട്ടി. അപ്പൊ ഈ ഒരു കണക്ഷൻ വെച്ച് അത് ഓർത്തിരിക്കാൻ പറ്റും. മിന്നാരം സിനിമ കണ്ടവർക്ക് അത് എളുപ്പമായിരിക്കും. ഇനി ഇവരെ പറ്റി കൂടുതൽ പഠിക്കണമല്ലോ, മലയാളികളാണല്ലോ. അപ്പോൾ AE മുത്തുനായകം ഏത് മേഖലയാണ്? ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന മേഖലയാണ് കേട്ടോ. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് AE മുത്തുനായകത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ പിതാവായി അറിയപ്പെടുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് കേട്ടോ ഈ AE മുത്തുനായകം. ഇപ്പൊ ചോദിക്കാം, പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ പിതാവായി അറിയപ്പെടുന്ന പത്മശ്രീ വിന്നർ ആരാണ്? AE മുത്തുനായകം. അടുത്തതായി ശ്രീമതി കൊല്ലയ്ക്കൽ ദേവകിയമ്മ. മേഖല ഏതാണ്? സാമൂഹിക പ്രവർത്തനമാണ്. അൺസങ് ഹീറോസ് വിഭാഗത്തിൽ നിന്ന് അവാർഡ് കിട്ടിയ ഒരാളാണ് കൊല്ലയ്ക്കൽ ദേവകി അമ്മ. ഇനി നാരി ശക്തി പുരസ്കാരം ലഭിച്ച വനിതയും കൂടെയാണ് ഈ കൊല്ലയ്ക്കൽ ദേവകി അമ്മ എന്ന് പറയുന്നത്. 2018 കേന്ദ്ര സർക്കാരിന്റെ പരമോന്നത വനിതാ പുരസ്കാരമായ നാരി ശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കൊല്ലയ്ക്കൽ ദേവകി അമ്മ ഫേമസ് ആയത്? തപസ്വനം എന്ന് പറയുന്ന ഒരു വന നിർമ്മാണം, മനുഷ്യനിർമ്മിത വനം ഉണ്ടാക്കിയാണ് ഈ കൊല്ലയ്ക്കൽ ദേവകി അമ്മ ഫേമസ് ആയത്. 3000-ലധികം ഔഷധ സസ്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് നിന്നാണ് ഈ 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തപസ്വനം എന്ന മനുഷ്യനിർമ്മിത വനം കൊല്ലയ്ക്കൽ ദേവകി അമ്മ ഉണ്ടാക്കിയത്. മൂന്നാമത്തെ മലയാളി കലാമണ്ഡലം വിമലാ മേനോൻ. മേഖല എന്താണ്? കലയാണ്. മോഹിനിയാട്ട പ്രഭാഷകയാണ് കേട്ടോ വിമലാ മേനോൻ. മോഹിനിയാട്ട പ്രഭാഷകയാണ്. കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകനും ഡയറക്ടറുമാണ്. വിമലാ മേനോനിൽ നിന്ന് ഏത് ഡാൻസ് ഫോം ആണ് വിമലാ മേനന്റെ, അല്ലെങ്കിൽ എന്തിനാണ് പ്രശസ്തയായെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മോഹിനിയാട്ടമാണെന്ന് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു 113 പേരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് പേരെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഡ്യുവറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് 2 പേർക്ക് ഒരു അവാർഡായിട്ട് കൂട്ടുന്നത്. അത് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം.
ശ്രീ രാമചന്ദ്ര ഗോഡ്ബോലെക്കും ശ്രീമതി സുനിത ഗോഡ്ബോലെക്കും വൈദ്യശാസ്ത്രത്തിന് ദ്വയം അല്ലെങ്കിൽ ഡ്യുവൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഡ്യുവറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് ഒരു അവാർഡ്, ഒരൊറ്റ പത്മശ്രീ എന്ന ഒരൊറ്റ അവാർഡാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത ശ്രീമതി ഗായത്രി ബാലസുബ്രഹ്മണ്യവും രഞ്ജിനി ബാലസുബ്രഹ്മണ്യവും, ഇവർ സിബ്ലിങ്സ് ആണ്. ഇവർക്ക് കർണാട്ടിക് സംഗീതം, കല എന്ന മേഖലയിലാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേർക്കും കൂടെ ചേർത്ത് ഒരു അവാർഡ്. ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് പേർക്ക് അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പേരുകളുണ്ട് കേട്ടോ. ഹർമൻപ്രീത് കൗർ നമുക്കറിയാം, നമ്മുടെ വിമൺ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്, കായികമാണ്, ക്രിക്കറ്റാണ്. അടുത്തതാരാണ്? രോഹിത് ശർമ്മയാണ്, കായികം ക്രിക്കറ്റാണ്. രോഹിത് ശർമ്മേനെ നമുക്കറിയാം, ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന രോഹിത് ശർമ്മയ്ക്ക് ഈ വർഷം പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫോറിനേഴ്സിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ നമുക്ക് നോക്കാം. വ്ളാഡിമിർ മെസ്തിരിഷിലി പോസ്റ്റ്മസ്ലി കിട്ടിയ ഒരു ഫോറിനറാണ് കേട്ടോ. പത്മശ്രീ മരണാനന്തരം ലഭിച്ച ഒരു ഫോറിനറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആളുടെ മേഖല എന്ന് പറയുന്നത് കായികമാണ്. അതിൽ തന്നെ ഗുസ്തി പരിശീലകനാണ്. അപ്പോൾ പത്മശ്രീ ലഭിച്ച പുറത്തു നിന്നുള്ള, അതായത് ഫോറിനിൽ നിന്നുള്ള ആദ്യ പരിശീലകനാണ്, ഒരു കോച്ചാണ് നമ്മുടെ വ്ളാഡിമിർ മെസ്തിരിഷിലി. ജോർജിയക്കാരനാണ്. അപ്പോൾ എവിടത്തെ ആളാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ജോർജിയയിൽ നിന്നിട്ടുള്ള ആളാണേ. അടുത്തത് ലാർസ് ക്രിസ്ത്യൻ കോച്ച്, ജർമ്മനിയിൽ നിന്നുള്ള ആളാണ്. എന്തുകൊണ്ട് ആള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി? ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഗവേഷണത്തിനും സംരക്ഷണത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകി. അപ്പോൾ ഇന്ത്യൻ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോറിനറിന് അവാർഡ് കൊടുക്കുകയാണ്, പത്മശ്രീ കൊടുക്കുകയാണ്. അതാണ് പ്രൊഫസർ ലാർസ് ക്രിസ്ത്യൻ കോച്ച്. അടുത്ത പത്മശ്രീ ലഭിച്ചത് പാരാ ഹൈ ജമ്പിൽ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ പ്രവീൺ കുമാർ. പാരാ ഹൈ ജമ്പാണ്, കായികമാണ്, പ്രവീൺ കുമാറാണ്. നമുക്ക് ഗോൾഡ് മെഡലൊക്കെ മേടിച്ചെന്ന ആളാണ്, അതുകൊണ്ട് പ്രവീൺ കുമാർ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മേഖലയാണ് അല്ലെങ്കിൽ ഏത് സ്പോർട്സിലാണ് ഫേമസ് ആയെന്ന് ചോദിക്കാം. ഇനി അർമിഡ ഫെർണാണ്ടസ്, വൈദ്യശാസ്ത്രത്തിനാണ് പത്മശ്രീ ലഭിച്ചത്. വൈദ്യശാസ്ത്രം എന്ന മേഖലയിലാണ് പത്മശ്രീ ലഭിച്ചത്. ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപകയാണ് അർമിഡ ഫെർണാണ്ടസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പത്മ അവാർഡ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്മശ്രീ വിന്നേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ പത്മവിഭൂഷൺ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം, അവരെ പറ്റിയുള്ള കാര്യങ്ങളും പഠിച്ചു. പത്മഭൂഷണിൽ മലയാളികളുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു. എന്തായാലും PSC കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു അവാർഡ്സ് എന്ന മേഖലയിൽ നിന്ന് ചോദ്യം ഇടുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക് തന്നെയാണ് ഈ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കണക്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടാണ് പഠിച്ചത്. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.